കാസർഗോഡ് നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലെ അധ്യാപികക്ക് ക്ലാസ് മുറിയിൽ വെച്ച് പാമ്പ് കടിയേറ്റു. നീലേശ്വരം സ്വദേശി വിദ്യയെയാണ് പാമ്പ് കടിച്ചത്. ഓണാഘോഷത്തിനിടെയായിരുന്നു സംഭവം. ഉടൻ തന്നെ ഇവരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നായിരുന്നു സ്കൂളിലെ ഓണാഘോഷം. രാവിലെ പരിപാടി നടക്കുന്നതിനിടെ 8B ക്ലാസ് റൂമിൽ വെച്ചാണ് പാമ്പ് കടിച്ചത്. അധ്യാപികയുടെ കാലിനാണ് കടിയേറ്റത്. വിഷമില്ലാത്ത പാമ്പാണ് അധ്യാപികയെ കടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. അധ്യാപിക ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. ഇവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സ്കൂളിൽ ഓണാഘോഷ പരിപാടികളായതിനാൽ ക്ലാസുകളുണ്ടായിരുന്നില്ല. കടിച്ചയുടൻ തന്നെ അധ്യാപിക മറ്റു സഹപ്രവർത്തകരെ വിവരമറിയിക്കുകയും ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. സമാനമായി വയനാട് കൽപ്പറ്റയിൽ ക്ലാസ് റൂമിൽ വിദ്യാർത്ഥിനി പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു. ബത്തേരി ഗവൺമെന്റ് സർവജന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10 വയസ്സുള്ള ഷെഹല ഷെറിനാണ് മരിച്ചത്. 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്നു ഷെഹല ഷെറിൻ. ക്ലാസ് മുറിക്കുള്ളിലെ ചുമരിനോട് ചേർന്നുള്ള ചെറിയ പൊത്തിൽ നിന്നാണ് കുട്ടിയെ പാമ്പ് കടിച്ചത്. പാദത്തിൽ ചെറിയ 2 മുറിവ് കണ്ട ഷെഹല അധ്യാപകനെ അറിയിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സ്കൂൾ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് രക്ഷിതാവ് ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. എന്താണ് പറ്റിയതെന്ന് ആശുപത്രി അധികൃതർക്കും കണ്ടെത്താനായില്ല. പിന്നീട് ഷെഹലയെ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഏറെ നേരം നിരീക്ഷണത്തിൽ കിടത്തിയെങ്കിലും പാമ്പ് കടി സ്ഥിരീകരിക്കാനായില്ല. ഛർദ്ദിച്ചതോടെ ഷെഹലയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. കൊണ്ടുപോകും വഴിയാണ് കുട്ടിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്തത്. പാമ്പ് കടിച്ചാൽ പ്രഥമ ശുശ്രൂഷ നൽകി എത്രയും നേരത്തെ ചികിത്സ തേടിയാൽ രക്ഷപ്പെടാവുന്നതാണ്. ശരീരത്തിൽ വ്യാപിക്കുന്ന വിഷത്തിന്റെ അളവ് പരമാവധി കുറയ്ക്കുക എന്നതാണ് പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യം. കടിയേറ്റാൽ 1.5 മിനിറ്റിനുള്ളിൽ ഇത് ചെയ്തിരിക്കണം. കടിയേറ്റ സ്ഥലം നല്ല ശുദ്ധജലത്തിൽ വൃത്തിയാക്കി കഴുകണം. സോപ്പ് ഉപയോഗിക്കാം. കടിയേറ്റ മുറിവിലൂടെ രക്തം ഞെക്കിക്കളയുക. എന്നാൽ മുറിവ് കീറാൻ പാടില്ല. ബ്ലേഡ് ഉപയോഗിച്ച് മുറിവ് വലുതാക്കി വിഷം കളയാൻ ചിലർ ശ്രമിക്കുന്നു. അതും ഗുണം ചെയ്യില്ലെന്നും മാത്രമല്ല കൂടുതൽ രക്തം നഷ്ടത്തിന് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ സ്കൂളുകളിൽ ഇതിനായുള്ള ഫസ്റ്റ് എയ്ഡ് സംവിധാനവും ഒരുക്കേണ്ടതുണ്ട്. പാമ്പുകൾ എങ്ങനെ ക്ലാസ് മുറിയിലെത്തുന്നു എന്നൊരു ചോദ്യം അവിടെയുണ്ട്. പാമ്പുകൾക്ക് കടക്കാനുള്ള പൊത്തുകളോ മറ്റോ ക്ലാസ് മുറിയിലുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറ്റിക്കൊണ്ട് കുട്ടികളുടെയും അധ്യാപകരുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് സ്കൂൾ അധികൃതരുടെ ചുമതല തന്നെയാണ്.